പേപ്പറിൽ 3 സെക്ഷനായിട്ടാണ്. അപ്പോൾ അതിലാദ്യത്തെ സെക്ഷൻ നോക്കാം, റീഡിങ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പാസേജ് നോക്കാം. ഫസ്റ്റ് പാസേജ് ഒരു സ്റ്റോറിയാണ്, ദ ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി എന്ന് പറഞ്ഞിട്ട് ഡഗ്ലസ് ആഡത്തിൻ്റെ ഒരു ഹ്യൂമറായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയിലെ പാസേജാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആർദറാണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടർ. അതുപോലെ തന്നെ ആർദറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഫോർഡും ഇതിലെ ക്യാരക്ടറാണ്. ആർദർ സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അതേസമയം ഫോർഡ് എന്ന് പറയുന്നത് ഒരു എലീനാണ്. എലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഗ്രഹജീവി. പക്ഷേ ഈ ഒരു ഫോർഡ് അലീനാണെന്നുള്ള കാര്യം ആർദറിന് അറിയില്ല. പാസേജ് നോക്കാം നമുക്ക്. Arthur lay in his cabin still trying to piece together the events of the last few hours. അപ്പോൾ ആർദർ ക്യാബിനിൽ തന്നെയാണ്. തൊട്ട് മുൻപുണ്ടായിരുന്ന കുറേ സംഭവങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് വയ്ക്കാൻ ആർദർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് ഹോം പ്ലാനറ്റ് ഓഫ് എർത്ത്. അയാൾ ഭൂമിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീൻ ഡിമോളിഷ്ഡ് ടു മേക്ക് വേ ഫോർ ഹൈബർ സ്പേസ് ബൈപാസ്, ബീൻ സേവ്ഡ് ബൈ ഹിസ് ഫ്രണ്ട് ഫോർഡ്. അപ്പോൾ അതിൽ പറയുന്നത് ആരൊക്കെയോ എർത്തിനെ ഡെമോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യുക, നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് 2 ഗാലക്സികൾ. ആ 2 ഗാലക്സികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഉണ്ടാക്കാനായിട്ട് ഒരു ബൈപ്പാസ് ഉണ്ടാക്കാനായിട്ട് അലീൻസ് ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ഒരു ബൈപ്പാസ് ഉണ്ടാക്കുമ്പോൾ ആ 2 ഗാലക്സിയുടെ ഇടയിൽ പെടുന്നത് എർത്താണ്. അപ്പോൾ ഈ 2 ഗാലക്സികൾ തമ്മിൽ ബൈപ്പാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നാശമാകുന്നത് ഭൂമിക്കാണ്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മുൻകൂട്ടി ആർദറിനെ അറിയിക്കുന്നത് എലീനായിട്ടുള്ള തന്നെ ഫോർഡാണ്. അപ്പോൾ ഫോർഡാണ് യഥാർത്ഥത്തിൽ എർത്തിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. സേവ്ഡ് ബൈ ഹിസ് ഫ്രണ്ട് ഫോർഡ് ആൻഡ് ദെൻ വിസ്ഡ് എവേ ഓൺ ദ ഫിഷ് ദാറ്റ് വാസ് പവേർഡ് ബൈ ആൻ ഇൻഫിനിറ്റ് ഇംപ്രോബബിലിറ്റി ഡ്രൈവ്. അങ്ങനെ ഭൂമിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇവരൊരു ഷിപ്പിൽ കടന്നു പോവാണെന്ന് പറയണം. ഇൻഫിനിറ്റ് പ്രോബബിലിറ്റി ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർട്ടൂണിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒറ്റ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു കൂടുതൽ യാത്ര ഒന്നും ചെയ്യാണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഇറ്റ് വാസ് ഓൾ ടു മച്ച് ഫോർ ഹിം. ജസ്റ്റ് ദെൻ ഫോർഡ് സ്റ്റക്ക് ഹിസ് ഹെഡ് അറൗണ്ട് ദ ഡോർ. ഹേ എർത്ത് മാൻ, ഹി സെഡ്. പിന്നെ ഇവിടെ ഫോർഡ് ആരെ എർത്ത് മാൻ എന്ന് വിളിക്കുന്നത്? ആർദറിനെയാണ് വിളിക്കുന്നത്. കം ആൻഡ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. വായോ, ഒരു കാര്യം നോക്കാമെന്ന് പറഞ്ഞിട്ട് ആർദറിനെ ഫോർഡ് വിളിക്കുകയാണ്. ആർദർ സ്റ്റംബിൾഡ് ആഫ്റ്റർ ഹിം. അപ്പോൾ ആർദർ പതുക്കെ ഈ ഒരു ഫോർഡിന് പിന്നാലെ വരികയാണ്. അവിടെ ഇവിടെയും തട്ടണും മുട്ടണമൊക്കെ ഉണ്ട്. ഡൗൺ എ കോറിഡോർ ആൻഡ് ഇൻ ടു ദ ഷിപ്സ് കൺട്രോൾ റൂം. അങ്ങനെ ആ ഒരു രക്ഷപ്പെട്ട ഷിപ്പിൻ്റെ കൺട്രോൾ റൂമിൽ എത്തിച്ചേരുകയാണ്. ഹി ഗെയ്സ്ഡ് ഇൻ എമേസ്മെൻറ്റ്. അത്ഭുതത്തോടു കൂടി ഉറ്റുനോക്കുകയാണ്. അറ്റ് ദ ബാങ്ക്സ് ഓഫ് ദ കൺട്രോൾസ് ആൻഡ് ദ ഫ്ലാഷിംഗ് ലൈറ്റ്. അപ്പോൾ ഈ ഒരു ഷിപ്പിൻ്റെ കൺട്രോളിംഗ് റൂമിലുള്ള ഫ്ലാഷിംഗ് ലൈറ്റ്സൊക്കെ നോക്കുകയാണ്. ഇൻ ദ സെൻറ്റർ ഓഫ് ദ റൂം, ആ ഒരു കൺട്രോളിംഗ് റൂമിൻ്റെ നടുവിലായിട്ട് വാസ് എ ലാർജ് കൺസോൾ. ഒരു വലിയ ബോക്സ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഒരു കൺസോളുണ്ട്. കവേർഡ് ഇൻ ബട്ടൺസ്. അത് കവർ ചെയ്ത് ബട്ടണുകളുണ്ട്, സ്വിച്ചസ് ഉണ്ട്. ആൻഡ് ഇൻ ദ മിഡിൽ, അതിൻ്റെയൊക്കെ നടുവിലായിട്ട് വാസ് സ്മോൾ വൈറ്റ് മൗസ്. ഒരു ചെറിയ വെള്ള നിറത്തിലുള്ള ഒരു എലി മൗസിനെ കാണാൻ പറ്റും. വാട്ട്സ് ദാറ്റ്? ആർദർ ആസ്ക്. അതെന്താ? ആർദർ ചോദിച്ചു. ദാറ്റ്സ് ദ ഷിപ്സ് കമ്പ്യൂട്ടർ, സെഡ് ഫോർഡ്. ഫോർഡ് പറഞ്ഞു, ഇത്ര വലിയ ഈ ഷിപ്പിൻ്റെ കമ്പ്യൂട്ടറാണ് ഈ വെളുത്ത മൗസ്, ഈ ഒരു ചെറിയ എലി എന്ന് പറഞ്ഞു. ആർദർ സ്റ്റെയർഡ് അറ്റ് ദ മൗസ്. ഒന്നും കൂടെ ഈ ഒരു മൗസിനെ തുറിച്ചു നോക്കി. ദാറ്റ്സ് എ കമ്പ്യൂട്ടർ. അതാണോ കമ്പ്യൂട്ടർ? ഹി സെഡ്. യപ്പ്, സെഡ് ഫോർഡ്. അത് തന്നെയാണ് ഈ ഒരു ഷിപ്പിൻ്റെ കമ്പ്യൂട്ടർ. എങ്ങനെയുള്ള കമ്പ്യൂട്ടറാണ്? 5 ഡയമെൻഷണൽ, 5D ആയിട്ടുള്ള, ബയോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള, സൂപ്പർ ഇൻ്റലിജൻറ്റ് ആൻഡ് ഇൻ ദ ഫോം ഓഫ് എ വൈറ്റ് ലാബ് മൗസിൻ്റെ രൂപത്തിലുള്ള ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഷിപ്പിൻ്റെ കമ്പ്യൂട്ടറാണ് ഈ ഒരു വൈറ്റ് മൗസ് എന്ന് പറഞ്ഞു. പ്രെറ്റി നീറ്റ്. ചോദിക്കാണ്, ഭംഗിയില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോൾ ആർദർ എന്താ പറയുന്നത്? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. സെഡ് ആർദർ. ഐ ഡോണ്ട് തിങ്ക് ഐ റിയലി അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് എനിമോർ. എനിക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലാകുന്നു തോന്നുന്നില്ല. വൈ ഈസ് എ മൗസ് ദ ഷിപ്സ് കമ്പ്യൂട്ടർ? എന്തുകൊണ്ടൊരു മൗസ് ഒരു ഷിപ്പിൻ്റെ കമ്പ്യൂട്ടർ ആവുന്നത്? അപ്പോൾ ഫോർഡ് പറയാണ്, ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. അതൊരു വലിയ കഥയാണെന്ന് പറയാണ്. ബട്ട് ദ ഷോർട്ട് വേർഷൻ ഈസ് ദാറ്റ്. ചെറിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ
പറയാൻ പറ്റും. മൈസ് ബിൽഡ് ദ എർത്ത്. ഈ ഭൂമി പണിതത് ആരാ? മൈസാണ്. ആസ് എ ജെയിൻറ്റ് കമ്പ്യൂട്ടർ. ഒരു വലിയ കമ്പ്യൂട്ടറായിട്ടാണ് പണിതത്. ടു ഫിഗർ ഔട്ട് ദ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ലൈഫ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലൈഫിലെ ഏറ്റവും വലിയ ചോദ്യത്തിനുള്ള ഉത്തരം എന്നോണാണ് പണിതത്. ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ദെൻ റാൻ ഔട്ട് ഓഫ് മണി ആൻഡ് ടു ഡിസ്ട്രോയ് ഇറ്റ് ടു മേക്ക് ഫോർ എ ഹൈബർ സ്പേസ് ബൈപ്പാസ്. പക്ഷെ പിന്നീട് ഇത് ഓടിപ്പോയിട്ട് കൂടുതൽ പണം കിട്ടാനായിട്ട് അത് നശിപ്പിക്കാനാണ് നോക്കുന്നത്, ഒരു ഹൈപ്പർ സ്പേസ് ബൈപ്പാസിൻ്റെ രൂപത്തിൽ. സോ നൗ ദേ ആർ യൂസിങ് ദ ഹാർട്ട് ഓഫ് ഗോൾഡ് ടു ഫിനിഷ് ദ കാൽക്കുലേഷൻ. അവർ ഈ ഹാർട്ട് ഓഫ് ഗോൾഡിനെ ഉപയോഗിച്ച്, അതായത് ഷിപ്പിനെയാണ് പറയുന്നത് ഹാർട്ട് ഓഫ് ഗോൾഡിന് ഉപയോഗിച്ച് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് പറയാണ്. ആദർ വാസ് അബൌട്ട് ടു സേ സംതിങ് ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദ ഷിപ്സ് ഇൻ്റർകോം ക്രാക്കിൾ ടു ലൈഫ്. അപ്പോൾ ആർദർ എന്തോ പറയാനായിട്ട് വരികയാണ്. ആ സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താ പറയുന്നത്? ഗുഡ് ഈവനിങ് ഹാർട്ട് ഓഫ് ഗോൾഡ്. അപ്പോൾ ഷിപ്പിനെ എന്താ വിളിക്കുന്നത്? ഹാർട്ട് ഓഫ് ഗോൾഡ് എന്നാണ്. ഗുഡ് ഈവനിങ് പറയാണ്. സ്മൂത്ത് കമ്പ്യൂട്ടറൈസ്ഡ് വോയിസ് ശബ്ദം കേൾക്കുകയാണ്. അത് ആരുടെ ആയിരുന്നു? ദിസ് ഈസ് എഡ്ഡിയുടെ ആയിരുന്നു. ഷിപ്പ് ബോർഡ് കമ്പ്യൂട്ടർ. ഐ ആം ഫീലിംഗ് എ ബിറ്റ് ഡിപ്രസ്ഡ് ടുഡേ. വുഡ് യു ലൈക്ക് മീ ടു സിംഗ് യു എ സോങ്? എഡ്ഡി മറ്റൊരു ടെക്നിക്കാണ്. അപ്പോൾ ആ എഡ്ഡി ചോദിക്കുകയാണ്, എന്തോ എനിക്കൊരു വിഷമം തോന്നുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് ചോദിക്കുകയാണ്. ഹോ നോട്ട് അഗെയിൻ ഗ്രോണ്ട് ഫോർഡ്. അപ്പോൾ എന്താ പറഞ്ഞാൽ, അയ്യോ മതി, ഇനി നീ പാടണ്ടായിരുന്നോണം, ഹോ നോട്ട് അഗെയിൻ എന്ന് പറയുകയാണ്. എഡി വുഡ് യു മൈൻഡ് ഷട്ടിങ് അപ്പ് സെഡ് ആദർ. പാർദറും പറയാണ്, മിണ്ടാതിരിക്കൂ എഡിയോട് പറയാണ്. ആദർ signed and leaned back against the console trying to make sense of everything, but as he closed his eyes he heard a voice inside his head. ഒരു എന്തോ അഗെയിൻ ഒരു ശബ്ദം കേൾക്കുകയാണ് ആദർ. ഹലോ ഇറ്റ് സെഡ്. ഹലോ എന്ന് ശബ്ദം കേൾക്കുകയാണ്. ആദർ ജംപ്ഡ് ആൻഡ് സ്റ്റാർട്ടിൽ. ഹൂസ് ദർ ഹി സെഡ്. ആദർ ചോദിക്കുകയാണ്, ആരുടെ ശബ്ദം, ആരാത്? ഇറ്റ്സ് മീ സെഡ് ദ വോയിസ്. ഞാനാണ്, മാർവിൻ. ആരാണെന്നാ പറയുന്നത്? മാർവിൻ. മാർവിൻ സെഡ് ആർദർ. മാർവിനോ? യെസ് മാർവിൻ. ആരാ മാർവിൻ? ദ പാരനോയിഡ് ആർദർ. ആരാണെന്നാ പറയുന്നത്? പാരനോയിഡ്. പാരനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയപ്പെട്ടിട്ടുള്ള, ഒരു പാരനോയിഡ് ആയിട്ടുള്ള ഭയപ്പെട്ടിട്ടുള്ള ആൻഡ്രോയിഡാണ്. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റോബോട്ട് പോലെ. സെഡ് ദ വോയിസ്. മാർവിൻ പറയാണ്. ആർദർ ലുക്ക്ഡ് അറൗണ്ട് ബട്ട് ഹി ഡിഡ്ന്റ് സീ എനിവൺ. ആർദർ മൊത്തം നോക്കി, പക്ഷേ മാർവിനെ കാണാൻ പറ്റിയില്ല. വെർ ആർ യു ഹി സെഡ്. നീ എവിടെയാന്ന് ചോദിക്കുകയാണ്. ഐ ആം ഡൗൺ ഹിയർ സെഡ് ദ വോയിസ്. ഞാൻ താഴെയുണ്ട് എന്ന് പറയാണ്. ആർദർ ലുക്ക് ഡൗൺ. ആർദർ താഴേക്ക് നോക്കി. ആൻഡ് സോ അപ്പോൾ കണ്ടു എ സ്മോൾ ചെറിയ മെറ്റൽ ഫിഗർ, ഒരു മെറ്റൽ കൊണ്ടുള്ള രൂപം, ഷഫ്ലിംഗ് അക്രോസ് ദ ഫ്ലോർ, അവിടെ ഇവിടെ പോലെ കിടക്കുന്ന പോലെ. ഇറ്റ് വാസ് അബൌട്ട് 3 feet ടോൾ. 3 അടി മാത്രമേ ഉയരുള്ളൂ. വിത്ത് എ റൗണ്ട് ഹെഡ്, വട്ടത്തിലുള്ള തലയാണ്. ആൻഡ് എ ബോഡി ദാറ്റ് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ കോബിൾഡ് ടുഗദർ. കോബിൾഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി വയ്ക്കുക. ഫ്രം ദ സ്പെയർ പാർട്സ്, പല 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 സ്പെയർ പാർട്സ് കൊണ്ട് ഒരുമിപ്പിച്ചൊരു രൂപം. ഇറ്റ്സ് ഐ വർ ഡൾ റെഡ്. അതിൻ്റെ കണ്ണുകൾ ഡൾ ആയിട്ടുള്ള ഒരു റെഡ് കളറാണ്. ആൻഡ് ഇറ്റ്സ് വോയിസ് വാസ് എ മോണോട്ടോൺ. വോയിസ് വാസ് എ മോണോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ശബ്ദം കൂട്ടി പറയുക, കുറച്ച് പറയുക, അങ്ങനെയൊന്നുമില്ല, ഒറ്റ ടോണേ ഉള്ളൂ. I have been waiting for someone to talk to me for over 2 million years, said Marvin. മാർവിൻ പറയാണ്, ആരോടെങ്കിലും സംസാരിക്കാനായിട്ട് ഞാൻ 2 million years, ഇത്ര വർഷകാലമായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയാണ്, മാർവിൻ പറയാണ്. അപ്പം നമ്മളിപ്പോൾ ഈ വായിച്ച പാസേജ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി എന്ന് പറഞ്ഞതാണ് ബൈ ഡൗഗ്ലസ് ആഡത്തിൻ്റെയാണ്. അത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. First question, select the option that classifies the author confusion about drastic events such as the destruction of his home planet and the introduction of new technologies correctly. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ആർദറിൻ്റെ കൺഫ്യൂഷൻ 2 കാര്യത്തിലാണ് ആൾക്ക് കൺഫ്യൂഷൻ. ഒന്ന് ആളുടെ ഹോം പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഡിസ്ട്രക്ഷൻ, നാശത്തെ പറ്റി പറയുന്നത്. രണ്ടാമത് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്, പുതിയൊരു കാര്യം വരുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ റൂട്ടീൻ ആൻഡ് ബോർഡം, ഒരു കാര്യം നശിക്കുന്നത്, അതൊരിക്കലും റൂട്ടീനല്ല, അതൊരു ബോർഡോ അല്ല, അപ്പോൾ ഓപ്ഷൻ അല്ല. അഡ്വഞ്ചർ ആൻഡ് എക്സൈറ്റ്മെൻറ്റ്, അതും അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ലോസ് ആൻഡ് ചേഞ്ച്, അപ്പോൾ ഒരു ഹോം പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ലോസാണ് അല്ലേ.
ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ്. അപ്പം ഓപ്ഷൻ സി ആയിട്ടുള്ള ലോസ് ആൻഡ് ചേഞ്ചാണ് ഉത്തരം. ദെൻ രണ്ടാമത്തെ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വൈറ്റ് ലാബ് മൗസ് ഇൻ ദ കൺട്രോൾ റൂം ഓഫ് ഹാർട്ട് ഓഫ് ഗോൾഡ്? എന്താ അതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇറ്റ് സെർവ്സ് ആസ് ഷിപ്പ് കമ്പ്യൂട്ടർ. അത് ഷിപ്പിൻ്റെ കമ്പ്യൂട്ടർ ആണെന്ന് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തത്, ഷെയർ എവിഡൻസ് ഫ്രം ദ ടെക്സ്റ്റ് ഇൻ അബൌട്ട് 40 വേർഡ്സ് ടു സപ്പോർട്ട് ദ വ്യൂ ദാറ്റ് ദ റൈറ്റേഴ്സ് റൈറ്റിംഗ് സ്റ്റൈൽ ഇസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഹ്യൂമറസ്. ഈ റൈറ്ററിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, എഴുതുന്ന രീതി വളരെ ഡിസ്ക്രിപ്റ്റീവാണ് എന്ന് പറഞ്ഞാൽ എന്താ, വിവരിക്കുന്ന രീതിയിലാണ്, അതേസമയം ഹ്യൂമറസുമാണ് എന്ന് പറയുന്നത് പാരഗ്രാഫിൽ നിന്നും എടുത്ത് എഴുതാനാണ് പറയണത്. അപ്പം നമുക്ക് ഇതിൽ കാണാൻ പറ്റും, ആർദർ പറയുന്നുണ്ട് ഒരു ഹോ നോട്ട് അഗെയിൻ ഗ്രോണ്ട് ഫോർഡ്, ഒരു സോങ് പാടാം എഡി എന്ന് പറയുമ്പോൾ നോട്ട് അഗെയിൻ എന്ന് പറയുന്നുണ്ട്. അത് ഹ്യൂമറിന് എക്സാമ്പിളാണ്. അതേസമയം ആ ഒരു റൂമിൽ നമ്മുടെ കൺട്രോൾ റൂമിൽ എങ്ങനെയാണ് ഈ ഒരു മൗസ് ഇരിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് വിവരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലിന് എക്സാമ്പിളാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് അപ്രോപ്രിയേറ്റ്ലി വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിസ് ഡിസ്ക്രിപ്ഷൻ ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ എക്സെർട്ട്. വൺ ക്യാൻ ഇൻഫർ ദാറ്റ് ദ മൈസ് ഹു ബിൽഡ് ദ എർത്ത് ആർ. അപ്പോൾ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് സിമിലർ ഇൻ മീനിങ് ടു ഫോർഡ്സ് എക്സ്പ്രഷൻ. പ്രതി നീറ്റ് ഹ്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താ, ഇംപ്രസീവ് ആണ്. ഇംപ്രസീവ് യെസ് ആണ് അതിൻ്റെ ആൻസർ. ഇനി എക്സ്പ്ലെയിൻ ഇൻ അബൌട്ട് 40 വേർഡ്സ് വൈ ദ നെയിം പാരനോയിഡ് ആൻഡ്രോയിഡ് ഈസ് കൺസിഡർഡ് ഐറണിക്. എന്തുകൊണ്ടാണ് പാരനോയിഡ് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ വേർഡ് ഐറണിക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറയണം. അതിന് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫോർ എ റോബോട്ട് ഇൻഹിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റോബോട്ടിൻ്റെ സ്വഭാവം ലൈക്ക് ഹ്യൂമൻ ബീങ്സിനെ പോലെ ഇമോഷൻസ് ഒക്കെ ഒരു റോബോട്ടിന് തോന്നുക എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആണ്. റോബോട്ട്സ് ആർ ഓഫൺ തോട്ട് ഓഫ് ലോജിക്കൽ. അവരെപ്പോഴും ലോജിക്കലായിരിക്കും, അതുപോലെ തന്നെ അൺഇമോഷണലും ആയിരിക്കും. വേറെസ് ദ നെയിം പാരനോയ എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. അത് ഒരു ഇറാഷണലായിട്ടൊരു ഫിയർ ആൻഡ് ആൻസൈറ്റിയാണ്. റോബോട്ടിന് ഒരിക്കലും അത് തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് അതിന് നമുക്ക് ഐറണിക് എന്ന് പറയേണ്ടി വരിക. കാരണം റീഡേഴ്സിനെ നമ്മൾ റോബോട്ടിനെ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുക ഒരു ഫീലിങ്സും ഇല്ലാത്ത, ഒരു ചിന്തയും ഇല്ലാത്ത ഒരാളായിട്ടാണ്. അപ്പോൾ അതിന് എതിരായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ഐറണിക് എന്ന് പറയാൻ പറ്റും. അടുത്തത്, ഇൻ ദ ലൈൻ a body that looked like it had been cobbled together from spare parts. What comparison does the word cobbled refer to? ഇവിടെ cobbled refer to എങ്ങനെയാണെന്ന് നോക്കാം. The comparison is with the cobblers who take the scraps of leather and stitch together to create a shoe. കുറേ cobblers എന്താ ചെയ്യുക, അവർ പല ഷീറ്റ് ഓഫ് ലെതർ എടുത്തിട്ട് ഒരുമിച്ച് മാച്ച് ചെയ്തിട്ടാണ് അവർ ഷൂ ഉണ്ടാക്കുക. ഇത് സെയിം വേ വിച്ച് ദ ബോഡി ഓഫ്, ഇവിടെ അതുപോലെ തന്നെയാണ് മാർവിൻ്റെ ബോഡി പല സ്പെയർ പാർട്സ് ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ കമ്പാരിസൺ നമുക്ക് പറയാൻ പറ്റും. അടുത്തത്, ഹൗ ഡസ് ദ ഫോളോയിങ് ഇമ്പയർ ദ റീഡർ ഈവൻ ദോ ദേ നോ മാർവിൻ ഈസ് ജസ്റ്റ് ആൻ ആൻഡ്രോയിഡ്? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ സംവൺ ടു ടോക്ക് ടു മീ ഫോർ over 2 million years ago, said Marvin. അപ്പോൾ മാർവിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് പറയാം, ദ സ്റ്റേറ്റ്മെൻറ്റ് ബൈ മാർവിൻ ഈ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഡിസ്പൈറ്റ് ബീയിങ് ഒരു ആൻഡ്രോയിഡ് ആണ് എന്നിട്ടും കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹ്യൂമനൈസസ് ആണ്, മനുഷ്യനെ പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഹ്യൂമനൈസസ് ദ ക്യാരക്ടർ ബൈ ഇവോക്കിംഗ് ദ സെൻസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ. ഇതൊക്കെ മനുഷ്യർക്ക് മാത്രം തോന്നുന്നതാണ്, അതിവിടെ ആൻഡ്രോയിഡ് ആയിട്ടുള്ള മാർവിനും തോന്നുന്നു. ദാറ്റ് ഈസ് റിലേറ്റബിൾ ടു ദ റീഡേഴ്സ്. ഇറ്റ് എംഫസൈസസ് ദ തീം ഓഫ് എലിനിയേഷൻ ആൻഡ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ ഈ ഇതിൽ കാണാം. അപ്പോൾ അത്രയാണ് അവിടുത്തെ വേർഡ്സ്. ദെൻ ഇവിടെ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, റീഡ് ദ 5 ഹെഡ്ലൈൻസ്, A to E ഹെഡ്ലൈൻസ്, തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാസേജിന് മാച്ച് ആവുന്ന രീതിയിൽ എന്നിട്ട് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ, ഹ്യൂമാനിറ്റീസ് ജേർണീസ് വിറ്റ്നസ്ഡ് ബൈ എ ഡിപ്രസ്ഡ് റോബോട്ട്. മനുഷ്യൻ്റെ യാത്ര, അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ യാത്ര
വിറ്റ്നസ് ചെയ്യുന്ന, അതായത് കാണുന്ന വളരെ വിഷമത്തിലുള്ള റോബോട്ടിൻ്റെ കഥ. ദെൻ ഹിച്ചിങ് ത്രൂ ദ സ്പേസ്, എ കോമിക്കൽ ടേക്ക് ഓൺ ദ എൻഡ് ഓഫ് ദ വേൾഡ്. അടുത്ത ടൈറ്റിൽ. ന്യൂ സ്റ്റഡി ഫൈൻഡ്സ് alien ലിവിങ് among us. ഗ്രൗണ്ട് ബ്രേക്കിംഗ് ടെക്നോളജി വിൽ സൂൺ എനേബിൾ ദ ടൈം ട്രാവൽ. ദെൻ ഇന്റർഗാലാക്റ്റിക് ട്രാവൽ വിയ ന്യൂ ഇൻഫിനിറ്റ് ഇംപ്രോബബിലിറ്റി ഡ്രൈവ്. ഇതിൽ ഏറ്റവും നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതിൽ എയും ഇയും കൂടെ വരുന്നുണ്ട്, രണ്ടും കറക്റ്റ് തന്നെ. അപ്പോൾ എ ആൻഡ് ഇ വരുന്ന ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തതേപോലത്തെ തന്നെ സെയിം റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. ഇവിടെ ഒരു പാസേജിൻ്റെ പ്രത്യേകത, അതിൽ കൂടുതലും ഫാക്റ്റുകളാണ്, സത്യങ്ങളെ പറ്റി കഥ പോലെയൊന്നുമല്ല. നമുക്ക് വായിച്ചു നോക്കാം. ഇൻ ദ റീസെൻറ്റ് ഇയേഴ്സ്, ഈ ഒരു കുറച്ച് കാലത്തിൽ, ദർ ഹാവ് ബീൻ എ സർജ് ഇൻ ബോത്ത് ഗ്രൂപ്പ് ആൻഡ് സോളോ ട്രാവൽ എമോങ് ദ യങ് അഡൾട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചെറുപ്പക്കാരിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യാനും ഭയങ്കരമായിട്ടുള്ളൊരു സർജ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ഡയറക്ഷൻ ഉണ്ട്, താല്പര്യമുണ്ട്. എ സർവേ കണ്ടക്റ്റഡ് എമോങ് യങ് അഡൾട്ട്സ്. അതിനായിട്ടൊരു സർവേ കണ്ടക്ട് ചെയ്യാണ്. 18 തൊട്ട് 25 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. സർവേയുടെ ഉദ്ദേശം എന്ത് വന്നു കഴിഞ്ഞാൽ എന്ത് കൊണ്ടായിരിക്കാം, എന്ത് റീസൺ കൊണ്ടായിരിക്കും ഇവർ ഇത്രയധികം ട്രാവൽ ചെയ്യുന്നത്, അങ്ങനെ ഒരു 10 പോയിൻറ്റ്സ് കണ്ടെത്താനുള്ള ഒരു സർവേ പോലെ. അമോങ് ദോസ് ഹൂ പ്രിഫർ സോളോ ട്രാവൽ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, മെയിൻ കാരണം എന്ന് പറഞ്ഞത് എന്താ, ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡം, സ്വാതന്ത്ര്യം തന്നെയാണ്. 58% കേട്ടോ. ഫോളോഡ് ക്ലോസ്ലി ബൈ ദ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻട്രോസ്പെക്ഷൻ ആൻഡ് സെൽഫ് ഡിസ്കവറി. 52% പേർക്കും സ്വയം തിരിച്ചറിയാനാണ്. അതിന് പുറമെ സോളോ ട്രാവലേഴ്സ് അപ്രീഷിയേറ്റഡ് ദ എബിലിറ്റി ടു കസ്റ്റമൈസ് ദെയർ ഇൻറ്ററിനറി എന്ന് പറഞ്ഞാൽ എന്താ, സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാം, ടു ദെയർ പ്രിഫറൻസസ് 44% അതിനാണ്. ആൻഡ് ദ ചാൻസ് ടു മീറ്റ് ന്യൂ പീപ്പിൾ ഓൺ ദെയർ ഓൺ ടോൺ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുതിയ ആളുകളെ മീറ്റ് ചെയ്യാം, അങ്ങനെ 36%, 36%. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് സോളോ ട്രാവലേഴ്സ്, ഒറ്റയ്ക്കുള്ള ആളുകളത് ചൂസ് ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ദോസ് ഹു പ്രിഫർ ഗ്രൂപ്പ് ട്രാവൽ ഓഫൺ സൈറ്റ് ദ ഡിസയർ ഫോർ സോഷ്യലൈസിങ് ആൻഡ് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്. ഗ്രൂപ്പ് ട്രാവലേഴ്സിൻ്റെ മെയിൻ എയിം എന്ത് തന്നെയാണ്, പുതിയ ഫ്രണ്ട്സിനെ കണ്ടെത്തുക. 61%. ആസ് ദ പ്രൈമറി റീസൺ, ദ ഗ്രൂപ്പ് ട്രാവൽ ഓൾസോ പ്രൊവൈഡഡ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഗ്രൂപ്പ് ട്രാവൽ ആകുമ്പോൾ കുറച്ചും കൂടി സെക്യൂരിറ്റി ഫീൽ ചെയ്യും, അതുകൊണ്ട് 52%. അതുപോലെ തന്നെ ഷെയർ മെമ്മറീസ് കിട്ടാൻ 48%. പിന്നെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഉള്ളത് 38%. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് ട്രാവലേഴ്സിൻ്റെ എയിം. ഇൻട്രസ്റ്റിംഗ്ലി ബോത്ത് ഗ്രൂപ്പ്സ് ഹാഡ് സിമിലർ, രണ്ട് ഗ്രൂപ്പ്, അതായത് ഒറ്റയ്ക്കാണെങ്കിലും ഗ്രൂപ്പായിട്ടാണെങ്കിലും രണ്ടുപേർക്ക് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്, സാമ്യങ്ങളുണ്ട്. ലെവൽസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എക്സ്പ്ലോറിങ് ന്യൂ കൾച്ചേഴ്സ്, പുതിയ കൾച്ചേഴ്സ് കണ്ടുപിടിക്കാം. ആൻഡ് ട്രൈ ന്യൂ എക്സ്പീരിയൻസസ്, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. അത് 40% ഫോർ സോളോ ട്രാവലേഴ്സ് ആൻഡ് 36% ഫോർ ദ ഗ്രൂപ്പ് ട്രാവലേഴ്സ്. സിമിലർലി ബോത്ത് ഗ്രൂപ്പ്സ് വാല്യൂ ദ ഓപ്പർച്യൂണിറ്റി ടു റിലാക്സ് ആൻഡ് എസ്കേപ്പ് ഫ്രം ദ സ്ട്രെസ്. അവർക്ക് ഒരു റിലാക്സാണ്, അതുപോലെ തന്നെ സ്ട്രെസ്സ് ഫ്രീ ആവാനും ഈ ഒരു ട്രാവൽ കൊണ്ട് സാധിക്കും. അത് 36 ഫോർ ദ സോളോ ട്രാവലേഴ്സ്, 32 ഫോർ ദ ഗ്രൂപ്പ് ട്രാവലേഴ്സ്. ഹവർ ദർ വാസ് ഓൾസോ സം നോട്ടബിൾ ഡിഫറൻസസ്. എന്താ, ഫോർ എക്സാമ്പിൾ, സോളോ ട്രാവലർ പ്ലേസ്ഡ് എ ഹയർ പ്രയോറിറ്റി. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, കുറച്ച് പൈസയ്ക്ക് യാത്ര ചെയ്യാനാണ് താല്പര്യം, 38% ആണ്. പക്ഷേ ഗ്രൂപ്പ് ട്രാവലേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 24% ആണ് ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഗ്രൂപ്പ് ട്രാവലേഴ്സ് ഫോർ മോർ ലൈക്ലി, ഗ്രൂപ്പ് ട്രാവലേഴ്സിന് 24% ലക്ഷറിയാണ് താല്പര്യമെങ്കിൽ സോളോ ട്രാവലേഴ്സിൽ അത് 12% മാത്രമാണ്. ഓവറോൾ ദ സർവേ റിസൾട്ട് സജസ്റ്റ് ദാറ്റ്, ഈ ഒരു സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ബോത്ത് രണ്ടുപേരും, ഗ്രൂപ്പാണെങ്കിലും സോളോ ട്രാവലേഴ്സ് ആണെങ്കിലും, ഹാവ് ദെയർ ഓൺ യൂണീക്ക് അഡ്വാൻറ്റേജസ്, അവർക്ക് അവരുടേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ആൻഡ് അപ്പീൽ ടു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ദെയർ പ്രിഫറൻസസ് ആൻഡ് പ്രയോറിറ്റീസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ഗിവൻ പാസേജ്. ഫസ്റ്റ് വൺ, in for 2 possible ways the survey mentioned in paragraph 1 could be beneficial, answer in 40. എങ്ങനെയൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഹെൽപ്ഫുള്ളാണ്, ബെനിഫിഷ്യലായിട്ട് വരുന്നത്.
പറയാൻ പറ്റും ഹെൽപ്പ് ട്രാവൽ കമ്പനീസ്. ഈ ട്രാവൽ കമ്പനീസ് അല്ലെങ്കിൽ ട്രാവൽ ഏജൻസീനെ ആണെങ്കിൽ അവർക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ടൈലർ ചെയ്യാനോ പറ്റും ദെയർ സർവീസസ്, അവരുടെ സർവീസസ് മീറ്റ് ദ പ്രിഫറൻസസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ യങ് അഡൾട്ട് ട്രാവലേഴ്സ്. യങ് ആയിട്ടുള്ള അഡൾട്ട് ട്രാവലേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റും. ലീഡിങ് ടു ക്രിയേറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ യാത്രക്കാർക്ക് അത് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ടു പ്രൊവൈഡ് ഇൻസൈറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പാക്കേജ്, നല്ല നല്ല പാക്കേജസ് കൊണ്ടുവരാൻ, നല്ല നല്ല പ്ലാൻസുകൾ. ടു കാറ്റർ ടു ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ യങ് അഡൾട്ട് ട്രാവലേഴ്സ്. ആ രീതിയിലേക്ക് ഈ ഒരു സർവേ കൊണ്ട് ട്രാവൽ കമ്പനീസിന് മാറാനായിട്ട് സാധിക്കും. ഇതൊരു ഗുണമാണ്. അടുത്തത് right travel choice point of survey would influence tour operators to incorporate group dinners, social events and shared accommodation in their itinerary. Which travel choice point of survey ആണെന്നാണ്. Freedom to customize itinerary, luxury and comfort, security and safety, desire to make new friends. ആൻസർ എന്തുതന്നെയാണ്? ഷെയർഡ് അക്കോമഡേഷൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഇതിനു വേണ്ടി തന്നെയായിരിക്കും, മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. Question number 3. What do the top choices in survey for traveling solo and in group suggest about young adults? And answer, the top choices in the survey for traveling solo and group suggest that the young adult travelers value, അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എപ്പോഴും എന്തിനു തന്നെയാണ്? ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡം. അതിന് തന്നെയാണ്. വെൻ ട്രാവൽ അലോൺ ആൻഡ് വെൻ ട്രാവലിംഗ് ഗ്രൂപ്പ് അവർക്ക് സോഷ്യലൈസിങ് താല്പര്യമാണ്. മേക്കിംഗ് ഫ്രണ്ട്സ്, നല്ല നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. അതേസമയം എന്താണ് ഫ്രീഡവും ഇൻഡിപെൻഡൻസൊക്കെ വേണം. ഓക്കെ, ഒറ്റയ്ക്ക് അവർ സഞ്ചരിക്കുന്നത് ഇൻഡിപെൻഡൻസിനും ഫ്രീഡത്തിനും ആണെങ്കിൽ അവർ ഗ്രൂപ്പായിട്ട് സഞ്ചരിക്കുന്നത് സോഷ്യലൈസിങ്ങിനും മേക്കിംഗ് ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ആണ്. ഐഡൻറ്റിഫൈ ദ സോളോ ട്രാവലർ. ഇതിൽ സോളോ ട്രാവലർ ആരാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ Reshma, I don't want to keep hunting for rickshaws or taxis. A pre-booked vehicle is perfect. അതല്ല. Nawaz, I'm happy sharing a room in a hostel. I don't need hotel accommodation. Deepak, I'm not worried about my well-being even while enjoying remote areas. അപ്പോൾ അതിൻ്റെ ആൻസർ I am sharing a room in a hostel. I don't want. അതാണ്. Which of the following is an example of opportunity for self-discovery as mentioned? Which of the following is an example of an opportunity for self-discovery? സെൽഫ്-ഡിസ്കവറിക്ക് എപ്പോഴും എന്തായിരിക്കും? ഹയറിംഗ് ടൂർ ഗൈഡ് അതല്ല. പർച്ചേസിങ് ലോക്കൽ ആർട്ടിഫിസ് ഒരിക്കലും അല്ല. അഡ്വാൻസ് ബുക്കിംഗ് ട്രാവൽ ടിക്കറ്റ്സ് അല്ല. ട്രൈ ന്യൂ ക്വിസിൻ. പുതിയ പുതിയ ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഷ്ടമാണോ? അപ്പോൾ നമ്മുടെ സെൽഫ് ഡിസ്കവറിയാണ്. അത് തന്നെയാണ് ഉത്തരം. അടുത്ത, ഹൗ മൈ ദ ഡിഫറൻസസ് ഇൻ ബഡ്ജറ്റ് പ്രയോറിറ്റീസ് ബിറ്റ്വീൻ സോളോ ആൻഡ് ട്രാവലേഴ്സ് ഇംപയർ ദ ടൈപ്സ് ഓഫ് അക്കോമഡേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഓഫേർഡ് ബൈ ദ ട്രാവൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ? ഇതെങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യുക. കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. The similarities in the percentage of both solo and group travelers are interested in exploring new cultures and trying new experience may be due to എന്തുകൊണ്ടായിരിക്കാം? രണ്ടുപേർക്കും ഇഷ്ടം എന്തുകൊണ്ടായിരിക്കാം? മേ ബി ഡ്യൂ ടു എ ഷെയർഡ് ഡിസയർ ഫോർ അഡ്വെഞ്ചർ. പുതിയ പുതിയ കാര്യങ്ങൾ പിടിക്കാൻ ആയിരിക്കാം. ഇനി ട്രൂ ഓർ ഫോൾസ് ആണെന്ന് പറയും. ദ ടൈറ്റിൽ വാണ്ടർലസ്റ്റ് ദ സോളോ ട്രാവലർ ട്രെൻഡ് എമോങ് യങ് അഡൾട്ട്സ്. അത് ആ ഒരു ടൈറ്റിൽ ഈ ഒരു പാസേജിന് ചൂസാണോ അല്ലെങ്കിൽ അത് ആപ്റ്റാണോ? അല്ല. കാരണം നമ്മുടെ സോളോ ട്രാവലിൻ്റെ മാത്രമല്ല ഗ്രൂപ്പ് ട്രാവലിൻ്റെയും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആപ്റ്റ് അല്ല. ആൻസർ ഫോൾസ്. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ഓക്കെ.